ശബരിമലയിൽ ഭക്തജന തിരക്ക് കുറയുന്നു. ഇന്ന് ഇതുവരെ 25,000 ഭക്തർ മാത്രമാണ് ദർശനം നടത്തിയത്. നടപ്പന്തൽ ഭക്തരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. വൈകിട്ടോടെ ഭക്തജന തിരക്ക് കൂടാനാണ് സാധ്യത. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലാ സമയവും ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന ശബരിമല സന്നിധാനത്തെ വലിയ നടപ്പന്തലാണ് ഉള്ളത്. എന്തായാലും തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും മണിക്കൂറുകൾ വരുന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്നലെയും ഇന്നും മാത്രമാണ് ഈ തിരക്കിൽ നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് അവധി ദിവസമാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇതുതന്നെ ആയിരുന്നു അവസ്ഥ. പക്ഷേ ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ ഒരു ഭക്തജന തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. എന്തായാലും ഞായറാഴ്ചകളിൽ പൂർണ്ണമായും തിരക്ക് ഒഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയായിരുന്നു കാണുന്നത്. എന്തായാലും ഇതുവരെ 30,000-ലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി ഈ പുണ്യസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് 5,000 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് നിജപ്പെടുത്തി. എന്തായാലും തിരക്ക് പൂർണ്ണമായും കുറയുന്ന ഒരു സാഹചര്യമാണ് ശബരിമല സന്നിധാനത്തുള്ളത്. ഇന്നലെ 75,000-ഓളം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി ഈ തിരുസന്നിധിയിലേക്ക് എത്തിയത്. ഇന്നും അതിൻ്റെ സമാനമായ രീതിയിലേക്ക് 75,000-ഓളം ഭക്തർ ഇന്നും എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നത്.